അതവളായിരുന്ന. ഞാനിപ്പോ തന്നെ ചാള മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ ഇബ്രാഹിം കുട്ടിയുടെ കടയിൽ നിന്ന് അന്ന് പറഞ്ഞ നെല്ലിക്കയില്ലേ, അത് വാങ്ങി കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതിയാ. പിന്നല്ലാണ്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾക്കൊക്കെ എന്തൊരു പുറ്റായിരുന്നു. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഒരു മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് രണ്ടിനെയും പിടിച്ച് വേഗം കെട്ടിക്കാൻ നോക്ക്. നീ നോവലൊക്കെ വായിക്കാൻ തുടങ്ങിയ മാറ്റി. ഞാൻ സൈൻ ചെയ്യില്ല മാറ്റി. ലെറ്റ് മീ ടോക്ക് ടു യു. ഞാനാദ്യം പറയട്ടെ, നീ ആ എഗ്രിമെന്റ് വായിച്ചോ? നീ വായിക്കേ, നിനക്ക് ഗുണമുള്ള കാര്യം. ഐ വിൽ ഗിവ് യു 20% പ്രോഫിറ്റ്. എനിക്ക് 80% മതി. കോമഡിയാണ്. ഇതാണ് ഞാൻ സീരിയസ് ആയിട്ടാണോ കോമഡിക്കാണോ പലപ്പോഴും പലർക്കും മനസ്സിലാകാറില്ല. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. നിന്നെ തീർക്കാനും എനിക്കറിയാം. നിന്നോട് ആരാടാ പറയാ നീ വിളിച്ചിട്ടാ ഞാൻ വന്ന് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടാ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. പണ്ടത്തെ ആ റെയിൽപാളം, വീട്, സ്കൂള്, എതിരെ വരുന്ന തീവണ്ടി, കൈമുട്ട് കൊണ്ടൊരു തട്ട്, ഒരു തള്ള്. സാറിൻ്റെ ആ പഴയ ഫാമിലി ട്രിക്ക് എൻ്റെ അടുത്ത് എടുക്കാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വേണം കേട്ടോ. സ്റ്റീഫൻ നെടുമ്പയുടെ അച്ഛനാണെന്നുള്ള സാറിൻ്റെ സംശയം അവിടെ നിൽക്കട്ടെ. ഞാൻ സ്റ്റീഫൻ്റെ അനിയൻ തന്നെ. എടോ, തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഭയങ്കര ബോറാണെന്നറിയാം ഇങ്ങനെ ബാത്റൂമിന് പുറത്തൊക്കെ എന്ത് പറയുന്നത്. പക്ഷേ അത് സേഫാ, ഈ ചളിപ്പ് ഒഴിവാക്കാലോ. ചിലപ്പോൾ ഞാനായിരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് ബാത്റൂമിന് പുറത്ത് ഇതൊക്കെ പറയുന്ന ഒരാൾ. പക്ഷേ ഇതിലെ കള്ളന് പുറത്ത് പറഞ്ഞ പോലല്ല. ശരിക്കും താൻ വേണം, താൻ എൻ്റെ കൂടെ വേണം, താനില്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ. നമുക്ക് കുറച്ച് പെയിന്റിങ്ങും റിസർച്ചും പിന്നെ പുസ്തകത്തിൽ തുപ്പലിയൊക്കെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് നൈസായിട്ടൊക്കെ കൂടാം. ഈ നഞ്ചൻകോട്ടയിൽ ആരുടെയും കണ്ണീരൊപ്പാൻ വന്നാനല്ല ഞാൻ. പക്ഷെ കരയിക്കുന്നതിൻ്റെയൊക്കെ തലമണ്ട അടിച്ചു കൊണ്ടു. ഞാൻ ഇവിടെ കുറച്ചാളുണ്ടാവും. ഞാനുള്ളിടത്തോളം ഇതൊരു പോലീസ് സ്റ്റേഷനും നിങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാരും ആയിരിക്കും. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നമുക്ക് ഗേൾഫ്രണ്ട് ഈ പ്രാരാബ്ദത്തിനിടയ്ക്ക് നമുക്ക് എവിടുന്ന് ഗേൾഫ്രണ്ട്? ഇൻ ഇന്ത്യ ലവ് ഗേൾഫ്രണ്ട് വെരി വെരി എക്സ്പെൻസീവ്. നിക്കറിപ്പോ അവിടെ നമുക്ക് നോ ഗേൾഫ്രണ്ട്. Girlfriend anywhere in the world. Expensive. ഓ എടാ പൊട്ടനീഷേ, നീ വെറും മണ്ടനാടാ, മണ്ടൻ. അവൾ എന്നെ പറ്റിച്ചു, നിന്നെ പറ്റിക്കും, ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കും. കൈ കാശുള്ളവരത്തിനെ കണ്ട അവൾ അവൻ്റെ കൂടെ പോകും. നീ എന്താടി പറഞ്ഞത്? എൻ്റെ കാശിൽ നല്ലടി. ഞാൻ കാശുണ്ടാക്കൂടി. ഈ നാട്ടിലെ പണക്കാരനേക്കാളും വലിയ പണക്കാരനാവടി. എനിക്ക് പട്ടിയുടെ വലുപ്പം തരാത്ത നീയും ഈ നാട്ടുകാരും എൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു ദിവസം പരിപാടി നീ എഴുതി വെച്ചോ. അയ്യോ തോക്ക്. എടാ പറട്ടെ സാജാ, നീ എന്നെ തോക്ക് കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. ഈ പറഞ്ഞൊക്കെ നടക്കാതിരിക്കണമെങ്കിലേ ഈ ജെയ്സൺ ചാവണം, ഈ ജെയ്സൺ ചാവണം.